അങ്ങനെ ആദ്യമായിട്ട് ഓട്ടോൻ്റെ ബാക്കിൽ കയറിയിട്ട് യാത്ര ചെയ്യാണ്. ചാവി പോയിട്ടാ, ചാവി ബാത്റൂമിൽ പ്രഷർ ചെയ്യുന്ന സമയത്ത് പുകരുന്നാണ് ചാടി. ആ ഒരു സെക്കൻഡിൽ ക്ലോസറ്റിക്ക് പോയി. ഒരു കഥ. അപ്പം ഇനി ഇന്നിപ്പോൾ ചാവി ഉണ്ടാക്കലും പിടിക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ചാവി നഷ്ടപ്പെട്ട എന്താ ചെയ്യാന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളെ നാട്ടിലെ ഒരാൾക്ക് വിളിച്ചിരുന്നേ, ടീ ഷോപ്പ് നടത്തണേ. അപ്പം മൂപ്പർക്ക് വിളിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞതെന്താ വെച്ചാൽ, ചാവി ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ ഓല അടുത്ത് പോയിട്ട് സംസാരിക്കാനൊക്കെ. ഓല് ചിലപ്പോൾ നമ്മളെ വണ്ടി ഉള്ളിടത്ത് വന്നുകൊണ്ട് നേരാക്കി അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നീട് അത് നേരാക്കി തരും പറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റ് മൊത്തം അയക്കേണ്ടി പറഞ്ഞു. പക്ഷേ ഇവിടെ ടൗണിൽ ഒരുപാട് കടകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, ഒന്ന് പോയോക്കട്ടെ. റോഡ് സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കീ ഉണ്ടാക്കുന്ന ആൾക്കാരെ. അങ്ങനെ ആദ്യമായിട്ട് ഓട്ടോൻ്റെ ബാക്കിൽ കയറിയിട്ട് യാത്ര ചെയ്യാണ്. അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് ഇതുപോലെ ഗ്യാപ്പ് വെച്ചിട്ട് പോണ ഓട്ടോകളുണ്ട്. അതിലാണ് നമ്മൾ പോകുന്നത്. എത്ര ആൾക്കാർ ഇവിടുത്തെ ഓട്ടോയിൽ ഇരിക്കുന്നുണ്ട് നോക്കണേ. വല്ലാത്തൊരു എക്സ്പീരിയൻസ്, പുതിയൊരു എക്സ്പീരിയൻസ് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് മക്കളെ. ആ ഓട്ടോയിൽ ആളായില്ല കേട്ടോ. അപ്പോൾ ആ ഓട്ടോയിൽ നമ്മൾ ഇറക്കിയിട്ട് വേറെ ഓട്ടോ വന്നിട്ടുണ്ട്. ആ ഓട്ടോയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കണമെങ്കിലേ നമ്മളെ നാട് വിടണം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നേ, 3-4 കയറ്റുന്നതിനെ പറ്റിയിട്ട്. ഇപ്പോൾ കണ്ടില്ല എത്ര ആളാണ് ഈ വണ്ടിയിൽ കയറ്റണത്. ഇതും ഇന്ത്യയിലാണല്ലോ, ഇന്ത്യയിലെ നിയമമല്ലേ, നിയമത്തെ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഓരോ എക്സ്പീരിയൻസുകളാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ വന്നത്. 20 രൂപ ആയിട്ടുള്ളൂ. 9 കിലോമീറ്ററിൻ്റെ മേലേക്ക് പോന്നിട്ടുണ്ട്. അടുത്തൊരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടുത്തെ ബജാജ് ഓട്ടോല്ലേ, ചെറിയ ഓട്ടോ, അതിലാണ്. ഇവിടെ ഉള്ള ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതിൻ്റെ അടുത്താണ് ചാവി ഉണ്ടാക്കുന്ന കട എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ അപ്പുറത്തെ ഒരാൾക്കും ഇരിക്കുക, ഡ്രൈവർക്ക് സെൻറ്ററിൽ ഇരിക്കുക, ബാക്കിലും ആൾക്കാർക്ക് ഇരിക്കുക. നമ്മൾ പോയ സ്ഥലത്ത് ഷോപ്പ് തുറന്നിട്ടുണ്ടായില്ല. അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് വന്ന് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊന്നും ഇത് നേരാക്കി തരൂല, സെൻസറുള്ള വണ്ടി ആയതിനാലെ. അങ്ങനെ അത് ചെയ്യുന്ന ടീമിനെ വിളിച്ച് വരുത്തിയിട്ട് അവർ വന്നിട്ട് നേരാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനന്തപൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മളെ വണ്ടി ഉള്ളത്. ഈ ഒരു അറൗണ്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ വരും. വർക്ക് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായാലെന്നൊക്കെ പറഞ്ഞ് ഈ റെഡ് ഇട്ടിട്ടുള്ള ആളാണ് നമ്മളതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. മൂപ്പർക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലും കമ്മീഷനോ കാര്യങ്ങളോ ഉണ്ടാവും. മൂപ്പരും ചാവി മെക്കാനിക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ നമ്മളെ വക മൂപ്പർക്ക് ഒരു ചെറിയ ചായക്കായും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അവർ വന്നിട്ട് ഫ്രണ്ടിലെ ഡോറിലെ ആ ഒരു ലോക്ക് അയച്ചെടുത്തിട്ട് അതിലാണ് ഈ ഒരു ചാവി സെറ്റ് ചെയ്തിട്ട് ക്ലിയറായിട്ട് ചെയ്തു തരുന്നത്. പിന്നീട് ഞാൻ ഇതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മൂപ്പര് വീഡിയോ എടുക്കരുത്, ഇല്ലീഗലാണ് എന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം കള്ളന്മാർ കാര്യങ്ങളൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ വണ്ടികളൊക്കെ മോഷണം പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. പിന്നീട് എനിക്ക് ചാവി ഇതുപോലെ റീക്രിയേഷൻ ചെയ്ത് തന്ന് സെൻസർ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആക്കി ഒക്കെ രണ്ടാമത് ബോർഡ് കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്ത് തന്ന് ക്ലിയർ ആക്കിയിട്ടാണ് പോയത്. ഈ ഒരു ചാവിക്ക് ഇവിടെ റേറ്റ് വന്നത് 4000 രൂപയാണ്. 5500 രൂപ പറഞ്ഞിരുന്നു.